get the best friends. കാരണം ഫ്രണ്ട്സ് ആണ് നമ്മുടെ ഭാവിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആരാവണം ആരാവരുത് എന്നൊക്കെ നിയന്ത്രിക്കുന്ന പിള്ളേരാ. നല്ല കൂട്ടുകാരെ എടുക്കണം. നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ ഇല്ലെങ്കിലില്ലേ നമ്മുടെ അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടണം. ഉള്ള പേരെന്താ? അനശ്വര ഒരു ദിവസം ക്ലാസ്സിലില്ലെങ്കിൽ പിള്ളേര് പറയും ശല്യം, രക്ഷപ്പെട്ടു എന്ന് പറയണോ അയ്യോ കഷ്ടം അനശ്വര ഇല്ലാത്ത സുഖൂലടി എന്ന് പറയണം? എന്ത് പറയണം? സുഖൂലടി എന്ന് പറയണം. അപ്പൊ അനശ്വരയ്ക്ക് ഒരു ഡിവിനിറ്റി ഉണ്ടാവണം. അത് ആര് ഡിസൈഡ് ചെയ്യണം? അനശ്വര ഡിസൈഡ് ചെയ്യണം. കാരണം നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡു ദ റൈറ്റ് തിങ്സ്. വേറെ ഒന്നും ചെയ്യേണ്ട. ഇതൊന്നും വലിയ മാജിക് ഒന്നും ഇല്ല ഈ കാര്യത്തിൽ. മിസ്സൊക്കെ ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റിയിലൊക്കെ എക്സൽ ചെയ്യും. ഡു ദ റൈറ്റ് തിങ്സ്, ഡു ദ സ്മോൾ തിങ്സ് ഇൻ എ ഗുഡ് മാനർ. അത്രയൊക്കെ ഉള്ളൂ മക്കളെ ജീവിതം. ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ബിക്കോസ് എ ലൈഫ് നമുക്ക് ബ്രിക്ക് ബൈ ബ്രിക്ക്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതിങ്ങനെ ഒരു ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. വലിയ ഡ്രീമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഈ ഡ്രീമിലേക്ക് പോകുന്നതിന് ചെറിയ സ്റ്റെപ്സേ ആവശ്യമുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുക, സ്കൂളിൽ വന്ന മാതാപിതാക്കളെ ഉപേക്ഷിക്കുക. പറ്റുമോ? അങ്ങനെ വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പാതിരാത്രി ആയാലും ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ പേരൻസ്, സിബ്ലിങ്സ്, ഫാദർ മദറും മക്കളും സഹോദരങ്ങളും ഒക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. ഇത്രയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളേ ഉള്ളൂ.